ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മെയിൻ പേപ്പറാണ് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ 1ഉം 2ഉം ഭാഗങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവരെന്ത് ചെയ്യുക, ഈ ഒരു 3ആം ഭാഗത്തിലേക്ക് വരിക. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായ ഘടകങ്ങളാണല്ലേ. അതിൽ 2 ഘടകങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് ശാസ്ത്രീയ വിപ്ലവം, രണ്ടാമത്തത് ട്വിൻ റവല്യൂഷൻ ഇരട്ട വിപ്ലവം, അതിൽ പെടുന്ന ഫ്രഞ്ച് വിപ്ലവവും വ്യാവസായിക വിപ്ലവവും. ഇനി മൂന്നാമത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാനോദയമാണ്. അപ്പോൾ എന്താണ് ജ്ഞാനോദയം? മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ കാലഘട്ടമാണ് എന്ത്, ജ്ഞാനോദയം എന്ന് പറയുന്നത്. പാരമ്പര്യം, അന്ധവിശ്വാസം എന്നിവയ്ക്ക് പകരം ബുദ്ധിയും യുക്തിയും എടുത്തു കാണിക്കുന്നു. അപ്പോൾ എന്താണ്, അതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യം, അതുപോലെ അന്ധവിശ്വാസങ്ങൾ, അതിനൊക്കെ എന്ത് ചെയ്യാം, അതിനൊക്കെ പകരം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും എന്താണ് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്, ജ്ഞാനോദയ കാലഘട്ടം. അപ്പോൾ ആ ജ്ഞാനോദയ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു, ഒരുപാട് ചിന്തകരുണ്ടായിരുന്നു. ആരൊക്കെയാണ് അവർ നോക്കിയാലോ, കാന്റ്, ഗോദെ, വോൾട്ടയർ, റൂസോ, ആദം സ്മിത്ത്, ഇവരൊക്കെയായിരുന്നു ജ്ഞാനോദയ കാലഘട്ടത്തിലെ പ്രധാന ചിന്തകരെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്കറിയാം നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ വ്യാവസായിക വിപ്ലവം, ഇതിനൊക്കെ ശേഷം എന്തായിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിൽ എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ സാമൂഹിക ക്രമമൊക്കെ നഷ്ടപ്പെട്ട് സ്ഥിരതയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഈ ക്രമത്തിനും സ്ഥിരതയ്ക്കും ഒക്കെ വേണ്ടിയാണ് എന്ത്, ജ്ഞാനോദയ ചിന്തകർ ഈ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമൂഹത്തിൻ്റെ ക്രമം, അതുപോലെ തന്നെ എന്താണ് സ്ഥിരത, ഇതൊക്കെ കൈവരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്, യുക്തിയുള്ളതിനാൽ സമൂഹത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയും എന്ന് അവർ വാദിച്ചു. അപ്പം നമ്മുടെ പാരമ്പര്യവും അന്ധവിശ്വാസവും മാത്രമല്ല, എല്ലാ മനുഷ്യനും എന്തുണ്ട്, യുക്തിയും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, എന്താണ് നമ്മുടെ സമൂഹത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയും എന്നാണ് ആര് വാദിച്ചത്, ജ്ഞാനോദയവാദികൾ വാദിച്ചത്. അപ്പോൾ ഈ അങ്ങനെ ഉണ്ടാകുന്ന പുരോഗതിയെ ഈ മതം, അധികാരം, പാരമ്പര്യം ഇവക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പുരോഗതിക്ക് തടസ്സം നിൽക്കാൻ കഴിയില്ല എന്ന് ജ്ഞാനോദയവാദികൾ വാദിച്ചു. അപ്പോൾ നമുക്കറിയാം, ഈ മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും പ്രബുദ്ധമായ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അതാ പറയുക, ജ്ഞാനോദയ കാലഘട്ടം അല്ലേ. എന്താണ് ജ്ഞാനോദയ കാലഘട്ടം എന്ന് വെച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന ഈ പാരമ്പര്യം, അന്ധവിശ്വാസം ഇവക്കൊക്കെ പകരം എന്ത്, ബുദ്ധിയും യുക്തിയൊക്കെ എന്താണ് ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ച് മനുഷ്യൻ ജീവിക്കുന്ന അല്ലെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ത്, ജ്ഞാനോദയ കാലഘട്ടം. ആ ജ്ഞാനോദയ കാലഘട്ടത്തിലെ പ്രമുഖരാരായിരുന്നു, കാന്റ്, ഗോദെ, റൂസോ, വോൾട്ടയർ, ആദം സ്മിത്ത് എന്നിവരൊക്കെ ആയിരുന്നു അല്ലേ. അപ്പം അവരെന്തിനാണ് വാദിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൻ്റെ ക്രമം, സ്ഥിരത ഇവയ്ക്ക് എന്ത് വേണം, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിച്ചു. അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് എന്ത്, എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്, യുക്തിയുണ്ട് അല്ലേ, എല്ലാവർക്കും യുക്തി കൊണ്ട് ചിന്തിക്കാൻ കഴിയും. അപ്പം എന്താണ്, അങ്ങനെയുള്ള മനുഷ്യരുണ്ടാവുമ്പോൾ നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യും, പുരോഗതി കൈവരിക്കും. അപ്പോൾ ഈ മതം പറഞ്ഞോ, അല്ലെങ്കിൽ പാരമ്പര്യം പറഞ്ഞോ, അധികാരം പറഞ്ഞോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പുരോഗതിയെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാണ് ആര് പറഞ്ഞത്, ജ്ഞാനോദയവാദികൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ. ഞാൻ ഇത് മൊത്തത്തിൽ വായിക്കുന്നില്ല, പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ എന്താണ് വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം വായിച്ചു, എല്ലാം എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ ഇത്രയും പറഞ്ഞത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാം. ഇനി അടുത്തതാണ് നവോത്ഥാനം. നവോത്ഥാനം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നുണ്ടല്ലേ. നവോത്ഥാനത്തിൻ്റെ അർത്ഥം എന്താണ്? നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ്. പുനർജന്മം എന്നാണ് എന്ത് നവോത്ഥാനത്തിൻ്റെ അർത്ഥം. 14-ാം നൂറ്റാണ്ട് മുതൽ
17-ാം നൂറ്റാണ്ട് വരെയാണ് എന്ത് നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം യൂറോപ്പിലാണ് ആ നവോത്ഥാനം പിറവിയെടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ആളുകൾ നവോത്ഥാനത്തിലേക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ നമ്മുടെ നമുക്കറിയാം യൂറോപ്യന്മാർ എന്തിലേക്കായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന എന്തിൻ്റെ തലസ്ഥാനം ബൈസാന്റിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലൂടെയായിരുന്നു യൂറോപ്യന്മാർ ചെയ്തിരുന്നത് കച്ചവടങ്ങൾക്കൊക്കെ പോയിരുന്നത്, സഞ്ചരിക്കുക. അത് തുർക്കി പിടിച്ചെടുത്തതോടെ അവർക്ക് ചെയ്യാൻ പറ്റാതായി. ഈ കച്ചവട സാധ്യതകളൊക്കെ നിന്നു. അങ്ങനെയാണല്ലോ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി പിടിച്ചെടുക്കേണ്ട ശേഷമാണ് കടൽ മാർഗ്ഗം ചെയ്യാൻ തുടങ്ങി, അവർ വരാൻ തുടങ്ങി. അപ്പോൾ ഈ യൂറോപ്യന്മാർക്കൊക്കെ വന്നു, വിശ്രമം വന്നു എന്നാണ് പറയുന്നത്. അവരുടെ യൂറോപ്പുകാരുടെ വിശ്രമത്തിന് കാരണമായി. അങ്ങനെയാണ് ചെയ്തത് വിശ്രമത്തിന് കാരണമായി. അപ്പോൾ ചെയ്തു അറിയോ, കലയുടെയും സംഗീതത്തിൻ്റെയും പാരമ്പര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനൊക്കെ വിവിധ വിഷയങ്ങളിൽ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങൾ തിരയുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ഇത് വലിയ ശക്തി നൽകി എന്നാണ് പറയുന്നത്. അങ്ങനെ ആണ് ചെയ്തത് അവിടെ നവോത്ഥാനം വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത് ആരാന്ന് ചോദിച്ചാൽ തുർക്കിയാണ്. നവോത്ഥാനത്തിൻ്റെ അർത്ഥം എന്തൊക്കെ ഞാൻ വൺ വേർഡിന് ഇതായിട്ടാണ് പറയുന്നത് കേട്ടോ. നവോത്ഥാനത്തിൻ്റെ അർത്ഥം എന്താണ്? പുനർജന്മാണ്. 14-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയാണ്. അപ്പം നമ്മൾ വിശദമായി നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ നവോത്ഥാനം എങ്ങനെയാണ് സോഷ്യോളജിയുടെ പിറവിക്ക് കാരണമായെന്നാണ് അല്ലേ. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ എല്ലാം ദൈവിക ഇടപെടൽ, മതം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിശദീകരിക്കപ്പെട്ടത്. ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അതിനവർ കൂട്ടിക്കെട്ട് എന്തിനോടായിരിക്കും? ഒന്നെങ്കിൽ മതത്തിനോടോ ദൈവിക ഇടപെടലിനോടോ ആയിരിക്കും കൂട്ടിക്കെട്ട്. അപ്പം ഒരു അത് ഒഴിവാക്കിയിട്ട് അറിവിൻ്റെ സംഘടന തത്വമായിട്ട് മതത്തെ മാറ്റി ചെയ്തു? യുക്തിവാദത്തെ സൃഷ്ടിച്ചു. അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ തുടങ്ങി? വിശദീകരിക്കാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ നവോത്ഥാനം. അതായത് മതത്തിൻ്റെ പേരിലുണ്ടായിരുന്ന, നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മതത്തിൻ്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസം, അനാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ തുടച്ചു മാറ്റിയിട്ട് വന്നതാണ് നവോത്ഥാന നായകന്മാർ. അതിനൊക്കെ എതിർത്തവരാണ്. അതുപോലെ തന്നെയാണ് യൂറോപ്പിലാണ് നവോത്ഥാനത്തിൻ്റെ പിറവി എന്ന് പറയുന്നത്. യൂറോപ്പിൽ ചെയ്തു? അറിവിൻ്റെ സംഘടനാ തത്വമായിട്ട് മതത്തെ മാറ്റി. എന്തൊരറിവ് ലഭിക്കുന്നതും അതിൻ്റെ മതത്തിൻ്റെ ഇടപെടൽ മാറ്റിയിട്ട് അവരെന്ത് യുക്തിവാദത്തെ പ്രതിഷ്ഠിച്ചു. അതാണ് നമ്മുടെ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഫിസിക്സൊക്കെ കണ്ടുപിടിച്ചത് ശാസ്ത്ര വിഷയങ്ങളൊക്കെ പുരോഗതി കൈവരിച്ചു അല്ലേ. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള യുക്തിസഹമായ വിശദീകരണമൊക്കെ പിന്നീട് ചെയ്യാൻ തുടങ്ങി? സമൂഹത്തിന് സ്വീകാര്യമായി തുടങ്ങി. നമുക്കറിയാം നമ്മുടെ കോപ്പർനിക്കസും ഗലീലിയോ ഒക്കെ സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചിട്ട് ജിയോസെൻട്രിക് തിയറിയൊക്കെ മാറ്റി ഹീലിയോസെൻട്രിക് തിയറിയൊക്കെ കൊണ്ടുവന്നു അല്ലേ. നമ്മൾ ശാസ്ത്രീയ വിപ്ലവത്തെ പഠിച്ചിട്ട് അങ്ങനെ ഈ ഫിസിക്കൽ സയൻസൊക്കെ വ്യാപിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യാൻ തുടങ്ങി? ഈ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും വിശദീകരിക്കാൻ തുടങ്ങി. അപ്പോൾ അത്രയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനോദയം കഴിഞ്ഞു. 3-ാമത്തെ പോയിൻ്റായിരുന്നു. 4-ാമത്തെ പോയിൻ്റായിരുന്നു നവോത്ഥാനം. ഇനി 5-ാമത്തെ പോയിൻ്റാണ് ബൗദ്ധിക ശക്തികൾ. അതായത് നമ്മുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശക്തികളും ചെയ്തിട്ടുണ്ട്? നമ്മുടെ സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ബൗദ്ധിക ശക്തികൾ എന്ന് വെച്ചാൽ നമ്മെ സ്വാധീനിക്കാൻ കഴിവുള്ള ആശയങ്ങൾ അല്ലേ.
നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക ജീവിത രീതിയിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അത്തരം ശക്തികളാണ് എന്ത് ഭൗതിക ശക്തികൾ. നമുക്കറിയാം നമ്മുടെ ആശയം അല്ലേ, അങ്ങനെ ഓരോ ആശയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്, ഓരോ പ്രത്യയശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് ഓരോരുത്തർ ജീവിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ആശയത്തിന് നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരു ജീവിത രീതിയിലേക്ക് നയിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ ആശയങ്ങളെ പറയുന്ന പേരാണ് ഭൗതിക ശക്തികൾ. അപ്പം നമുക്കറിയാം, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ആശയങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. യുക്തിവാദം, അനുഭവവാദം, അതുപോലെ തന്നെ മാനവികതാവാദം, ആദർശവാദം തുടങ്ങി ഒരുപാട് വാദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ ഭൗതിക ശക്തികളാണ് അത് ഇനി നമ്മൾ ഓരോ ഇതായിട്ട് പഠിക്കാൻ. എന്ന് പറയുന്നത് യുക്തിവാദം. എന്താണ് യുക്തിവാദം? അത് നമ്മളോട് ആരും പറഞ്ഞു തരണ്ട, ആ വേർഡ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഒരാളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയുമാണ് പറയുന്നത് യുക്തിവാദം. അതായത് യുക്തിയുടെ യുക്തി അടിസ്ഥാനമായിട്ടാണ് ഇത് ഈ ഒരു ആശയമുള്ളത്. അതായത് നമ്മുടെ മനസ്സെന്താണോ പറയുന്നത് അതിൽ ഉറച്ചു നിൽക്കുക, അതാണ് യുക്തിവാദം. ഒരാളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള വാദമാണ് യുക്തിവാദം അല്ലേ. അതായത് യുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള വാദം. അവിടെ മതം, വൈകാരിക വിശദീകരണങ്ങളൊന്നും ആളുകൾ വിശ്വസിക്കില്ല. വിശ്വസിക്കുക? അവരവരുടെ മനസ്സിൻ്റെ ശക്തി, മനുഷ്യ മനസ്സിൻ്റെ ശക്തിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ആര്? യുക്തിവാദികൾ. അപ്പോൾ അവരവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ചിന്തിച്ചവരെന്തെയ്യും പരിഹാരം കണ്ടെത്തും. അവരതിനു വേണ്ടി ഒരു മതത്തിൻ്റെ അടുത്തേക്ക് അതിന് വൈകാരികമായിട്ടൊന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർ നിൽക്കില്ല. അവരെന്താ ചെയ്യുക? തൻ്റെ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിൽക്കും. അത്തരം വാദികളാണ് ആരെ? യുക്തിവാദികൾ. അപ്പോൾ ഒരാളുടെ ചിന്താ പ്രവർത്തനം അതിനെ ആശ്രയിക്കുന്നു, യുക്തിയെ ആശ്രയിച്ചുള്ള വാദമാണ്. അവിടെ മതം, അതുപോലെ തന്നെ വൈകാരികത, ഇതിനൊന്നും സ്ഥാനം ഉണ്ടാവില്ല. അവരവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും, സ്വയം ചിന്തിച്ചിട്ടായിരിക്കും പരിഹാരം കണ്ടെത്തുന്നത്. അപ്പോൾ അത്തരം വാദമാണ് യുക്തിവാദം. അപ്പോൾ ഈ ഭൗതിക ശക്തികളിലാണ് യുക്തിവാദം ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് അനുഭവവാദം. ഈ അനുഭവവാദം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ അറിവുകളും നമ്മുടെ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ടല്ലേ, കണ്ണ്, മൂക്ക്, ചെവി, നാവ്, അതുപോലെ തന്നെ സ്കിന്ന്. നമ്മുടെ ഇതിൽ നിന്നും നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ആര്? അനുഭവവാദികൾ. എല്ലാ അറിവുകളും ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുക. അവർക്ക് അറിവ് എന്ന് പറയുന്നത് അവരുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നിന്നും അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ, തീയിന് ചൂടുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല അവർ മനസ്സിലാക്കുക. അതിൻ്റെ അടുത്ത് വരുമ്പോൾ അവർക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ അനുഭവമാണ്. അതിൽ നിന്നും അവരെന്തെയ്യും? അറിവ് നേടും. അത്തരം ആളുകളെയാണ് നമ്മൾ പറയുന്നത് അനുഭവവാദികൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ശാസ്ത്രങ്ങൾക്ക് അനുഭവവാദം വഴി യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാനാവുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവവാദികൾ കൂടുതലും എന്തിലാണ് വിശ്വസിക്കുക? ശാസ്ത്രത്തിലാണ് വിശ്വസിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ അനുഭവവാദം. ഇനി മൂന്നാമത്തേതാണ് മാനവികതാവാദം. മാനവികത എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യനാണ് അവിടെ കൊടുക്കുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത് മാനവികവാദത്തിൽ. എല്ലാ മനുഷ്യരും ബഹുമാനത്തിന് അർഹരാണ്, എല്ലാവരും തുല്യമാണ്, എല്ലാവരെയും മാന്യമായി പരിഗണിക്കണം. അല്ലാതെ ഉയർന്നവർ താഴ്ന്നവർ മനുഷ്യരൊക്കെ ഒന്നാണ്. എല്ലാ മനുഷ്യരും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അവരങ്ങനെ സ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പദവിയുടെയോ അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെ പേരിലൊന്നും ചെയ്യരുത് ഒരു മനുഷ്യനെയും മാറ്റുന്നത്. അവിടെ ആ മനുഷ്യൻ എന്ന ആ ഒരു കാര്യത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ആര്? മാനവികതാവാദികൾ അല്ലേ. ഇനി അപ്പോൾ ഇത്രയാണ് മാനവികതാവാദം. ഇനി അടുത്തത് ആദർശവാദം. ഈ ആദർശവാദം എന്ന് പറഞ്ഞാൽ പ്രായോഗിക ഫലം
പരിഗണിക്കാതെ ഒരാൾ തൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പിന്തുടരുന്നു. അതായത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ എന്തുണ്ടാവും, ആദർശം ഉണ്ടാവും അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുക, പിന്തുടരുക. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും, ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും. അതൊന്നും എന്ത് ചെയ്യില്ല, അവർ പരിഗണിക്കില്ല. പ്രായോഗിക ഫലം പരിഗണിക്കാതെ എന്ത് ചെയ്യുക, ഒരാൾ തൻ്റെ ആശയങ്ങളും ആദർശങ്ങളും പിന്തുടരുകയാണെങ്കിലാണ് അതിനെന്താ പറയുക, ആദർശവാദം എന്ന് പറയുക. ചിലപ്പോൾ എന്തായിരിക്കും, എന്താ പറയുക, അവരെന്താണ്, അവരുടെ സ്വന്തം ആശയങ്ങൾ എന്താണ്, പ്രബലവും ശരിയായതുമായി എടുക്കുന്നു. അവരുടെ സ്വന്തം വാദങ്ങൾ എന്താണ്, ശരിയാണ്, പ്രബലമാണ്. അതിലായിരിക്കും അവരെന്ത് ചെയ്യുക, ഉറച്ചു നിൽക്കുക. അപ്പോൾ എന്താണ്, അതിനാൽ തന്നെ ഇതെന്താണ്, ഒരു പിടിവാശിയുടെ സ്വഭാവം എടുക്കുന്നു എന്നും പറയാം അല്ലേ. ഞാൻ പറയുന്നത് ശരി, എൻ്റെ ആദർശം ശരി, ഞാൻ എന്ത് തന്നെ വന്നാലും എൻ്റെ ആദർശത്തിൽ നിന്ന് മാറില്ല എന്ന് പറയുന്ന എന്താണ്, ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അവരാണ് എന്ത്, ആദർശവാദികൾ. അപ്പോൾ അവരെന്താണ്, ആ വ്യക്തി തൻ്റെ ആശയങ്ങളെ ഗൗരവമായി ചിന്തിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോഴൊക്കെ എന്താണ്, ആദർശവാദം നിലനിൽക്കുന്നു. അപ്പോൾ ഇത്രയാണ് എന്ത്, ബൗദ്ധിക ശക്തികൾ. അപ്പോൾ ഈ ബൗദ്ധിക ശക്തികൾ എന്ന് പറയുന്നത് 5ാമത്തെ പോയിന്റ് ആയിരുന്നു. അതിലാണ് നമ്മൾ പിന്നെ എന്ത് പഠിച്ചത്, യുക്തിവാദം, പിന്നെ മാനവികതാവാദം, ആദർശവാദം, അതുപോലെ തന്നെ അനുഭവവാദം എന്നിവ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതോടെ എന്തായി എന്നറിയോ, എന്താ പറയുക, നമ്മുടെ സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ പശ്ചാത്തലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. 5 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്തായിരുന്നു, ശാസ്ത്രീയ വിപ്ലവം. രണ്ടാമത്തത് ഇരട്ട വിപ്ലവം. ആ ഇരട്ട വിപ്ലവത്തിലാണ് നമ്മൾ 2 പഠിച്ചത്. ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ തന്നെ വ്യാവസായിക വിപ്ലവം. മൂന്നാമത്തത് ജ്ഞാനോദയം. നാലാമത്തത് എന്തായിരുന്നു, നവോത്ഥാനം. 5ാമത്തത് ഭൗതിക ശക്തികൾ. ആ ഭൗതിക ശക്തികൾ നമ്മൾ 4 വാദങ്ങൾ പഠിച്ചു. ആദർശവാദം, യുക്തിവാദം, അനുഭവവാദം, മാനവികതാവാദം. ഇതോടെ എന്ത് കഴിഞ്ഞു, ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അതായത് നമ്മുടെ സോഷ്യോളജിയുടെ ഉദയത്തിന് കാരണമായിട്ടുള്ള എന്ത് കഴിഞ്ഞു, ഘടകങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കോംടെയുടെയും സോഷ്യോളജിയുടെയും വികസനം. അപ്പം നമുക്കറിയാം, ആരാ ഈ കോംടെ, അഗസ്റ്റേ കോംടെ എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് എന്ത്, അഗസ്റ്റേ കോംടെ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തെ കൂടി പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ക്ലാസ്, ഈ ഒരു യൂണിറ്റ് വൈൻഡപ്പ് ചെയ്യാം. സമൂഹത്തെ മനസ്സിലാക്കാനും യൂറോപ്പിലെ അനുകൂലമായ ഭൗതിക കാലാവസ്ഥ പ്രയോജനപ്പെടുത്താനും വേണ്ടിയുള്ള ഒരു ശാസ്ത്രത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്, ഒരു ശാസ്ത്രമാണ് അല്ലേ. ആ ഒരു ശാസ്ത്രം നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കാനും ആ യൂറോപ്പിലെ അനുകൂലമായ ഭൗതിക കാലാവസ്ഥ, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭൗതിക കാലാവസ്ഥ എന്താണ്, പ്രയോജനപ്പെടുത്താനും വേണ്ടി എന്താണ്, ഒരു ശാസ്ത്രം ആവശ്യമാണ് എന്ന് ആര് മനസ്സിലാക്കി, ബ്രിട്ടനിലെ ഹെർബർട്ട് സ്പെൻസർ, ഹെൻറി സെൻറ്റ് സൈമൺ, ഫ്രാൻസിലെ അഗസ്റ്റേ കോംറ്റെ തുടങ്ങിയ ചില ബുദ്ധിജീവികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കി. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു സമൂഹത്തിൽ ശാസ്ത്രം സ്ഥാപിക്കാൻ തുടങ്ങി, സമൂഹത്തിൽ ശാസ്ത്രം സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഇതെന്താണ്, നമ്മുടെ സമൂഹത്തെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ യൂറോപ്പിൽ ആ ഭൗതിക ശക്തിക്ക് നമുക്ക് പ്രയോജനപ്പെടുത്താനൊക്കെ എന്ത് വേണം, ഒരു ശാസ്ത്രം വേണം. ആരൊക്കെയാണ്, ബ്രിട്ടനിലാണ് ഹെർബർട്ട് സ്പെൻസറും ഹെൻറി സെൻറ്റ് സൈമണും കേട്ടോ. ഫ്രാൻസിലാണ് ആര്, അഗസ്റ്റേ കോംറ്റെ. അവർ മനസ്സിലാക്കി. 1822 എന്താണ്, സമൂഹത്തിൻ്റെ ശാസ്ത്രത്തെ സോഷ്യൽ ഫിസിക്സ് എന്ന് നാമകരണം ചെയ്തു. അപ്പം ആദ്യം തന്നെ അതിൻ്റെ പേരെന്തായിരുന്നില്ല, സോഷ്യോളജി എന്നായിരുന്നില്ല, എന്തായിരുന്നു, സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു ആദ്യം നമ്മുടെ സോഷ്യോളജിയുടെ പേര്. 1822 എന്തെടുക്കുന്നത്, ഈ സോഷ്യൽ ഫിസിക്സ് എന്ന് നാമകരണം ചെയ്യുന്നത്. എല്ലാ അറിവുകളും ദൈവശാസ്ത്രം, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ് എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ഈ നിയമം അഗസ്റ്റേ കോംറ്റെയുടെ സാമൂഹിക സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ എന്താണ്, അഗസ്റ്റേ കോംറ്റെയുടെ സാമൂഹിക സിദ്ധാന്തം. ആ സാമൂഹിക സിദ്ധാന്തത്തിൽ പറയുന്ന എന്താണ്,
എല്ലാ അറിവുകളും ദൈവശാസ്ത്രം, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ് എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന എന്തിലാ പറയുന്നത്? കോംറ്റയുടെ സാമൂഹിക സിദ്ധാന്തത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? എല്ലാ അറിവുകളും ദൈവശാസ്ത്രം, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ് എന്നിങ്ങനെ 3 ഘടകങ്ങളിലൂടെ കടന്നു പോകും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അറിവ് മാത്രമല്ല, വ്യക്തികളും സമൂഹവും ഈ നിയമത്തിൽ നൽകിയിരിക്കുന്ന 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. അപ്പോൾ അറിവ് മാത്രമല്ല, വ്യക്തികളും സമൂഹങ്ങളും ഒക്കെ എന്താണ് ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആര് പറഞ്ഞ? അഗസ്റ്റേ കോംറ്റെ. അതായത് ഏതൊക്കെയായിരുന്നു ആ 3 ഘട്ടം? ദൈവശാസ്ത്രം, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ്. അറിവ്, വ്യക്തി, സമൂഹം അവരെന്താണ്? ദൈവശാസ്ത്രം, പിന്നെ മെറ്റാഫിസിക്കൽ, പോസിറ്റീവ് എന്നീ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് ആര് പറയുന്നത്? അഗസ്റ്റേ കോംറ്റെ. എന്തിലാണ് പറയുന്നത്? സാമൂഹിക സിദ്ധാന്തത്തിലാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം തൻ്റെ പോസിറ്റീവ് ഫിലോസഫി അത് എഴുതിയ വർഷം എന്നാണ് 1838. ഈ വർഷങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1822 എന്താണ് സമൂഹശാസ്ത്രത്തെ അവരെന്താണ് സോഷ്യൽ ഫിസിക്സ് എന്നാണ് നാമകരണം ചെയ്തത്. അതെന്നാണ് 1822. പിന്നെ നമ്മുടെ അഗസ്റ്റേ കോംറ്റയുടെ ഒരു ബുക്കാണ് എന്ത്? പോസിറ്റീവ് ഫിലോസഫി. അത് 1838 ആ ഒരു പുസ്തകത്തിലാണ് സമൂഹത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ നിർദ്ദിഷ്ട പേര് സോഷ്യോളജി എന്നാക്കി മാറ്റിയത്. അപ്പോൾ സോഷ്യോളജി എന്ന പേര് അദ്ദേഹം എന്താക്കി? അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ഫിലോസഫി എന്ന ബുക്കിൽ എന്താക്കി മാറ്റി? സോഷ്യോളജി എന്നാക്കി മാറ്റി. അദ്ദേഹത്തിന് സാമൂഹിക സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രം എന്താണ്? എല്ലാ അറിവുകളും വ്യക്തിയും സമൂഹവും ഒക്കെ എന്ത് ചെയ്യും? ദൈവശാസ്ത്രം, മെറ്റാഫിസിക്സ് അതുപോലെ തന്നെ പോസിറ്റീവ് എന്നീ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അഗസ്റ്റേ കോംറ്റെനെ കുറിച്ചിട്ട് പഠിക്കേണ്ടത്. വികസിപ്പിച്ച ശാസ്ത്രങ്ങളിൽ അവസാനത്തേത് സോഷ്യോളജി ആണെന്ന് കോംറ്റെ കണക്കാക്കി. അപ്പോൾ ഏറ്റവും അവസാനം വികസിച്ചെടുത്ത ശാസ്ത്രമാണ് എന്ത്? സോഷ്യോളജി. ദൈവശാസ്ത്രപരവും മെറ്റാഫിസിക്കൽ ഘടകങ്ങളും കടന്ന് സോഷ്യോളജി പോസിറ്റീവ് ഘട്ടത്തിൽ എത്തിയതായി അദ്ദേഹം കണക്കാക്കി. സാമൂഹിക പ്രതിഭാസങ്ങളുടെ അമൂർത്തമായ സൈദ്ധാന്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം അതിനെ നിർവചിച്ചു. അതായത് അഗസ്റ്റേ കോംറ്റെ സോഷ്യോളജി എങ്ങനെയാണ് നിർവചിച്ചത്? സാമൂഹിക പ്രതിഭാസങ്ങളുടെ അമൂർത്തമായ സൈദ്ധാന്തിക ശാസ്ത്രം എന്നാണ് വിശദീകരിച്ചത്. അത് എല്ലാ ശാസ്ത്രങ്ങളുടെയും ഉന്നതിയിലാണ്. അതായത് സോഷ്യോളജി എല്ലാ ശാസ്ത്രങ്ങളുടെയും ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത് സോഷ്യോളജിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചുരുക്കത്തിൽ നവോത്ഥാന ജ്ഞാനോദയ കാലത്തെ യുക്തിവാദത്തിൻ്റെയും സന്ദേഹവാദത്തിൻ്റെയും സ്വീകാര്യത, വ്യക്തിയുടെ സ്ഥാനം ഉറപ്പിക്കുന്ന സാമൂഹിക കരാർ സിദ്ധാന്തങ്ങൾ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അപജയം, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച, വ്യാവസായികവൽക്കരണം മൂലമുള്ള സാമൂഹിക മാറ്റങ്ങൾ, നഗരവൽക്കരണം, വിപ്ലവം എന്നിവയ്ക്കൊപ്പം മനുഷ്യത്വത്തെ ഉത്തേജിപ്പിക്കുന്ന ഭൗതിക ശക്തികൾ, സമൂഹത്തിൻ്റെ ശാസ്ത്രം യൂറോപ്പിൽ സമൂഹത്തിൻ്റെ ശാസ്ത്രം സൃഷ്ടിക്കാൻ കാരണമായി എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തായിട്ടുണ്ട്? നമ്മുടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് നോക്കാം? അതിൻ്റെ പുറകിൽ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. ശാസ്ത്ര വിപ്ലവം നടന്നത് എപ്പോഴാണ്? AD 1400-നും AD 1700-നും ഇടയ്ക്കാണ് അല്ലേ? ഭൂകേന്ദ്ര സിദ്ധാന്തത്തിൽ, അതായത് ജിയോസെൻട്രിക് തിയറിയിൽ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി കണക്കാക്കുന്ന ഗ്രഹം ഭൂമിയാണ്, നമുക്കറിയാം. ഹീലിയോസെൻട്രിക് സിദ്ധാന്തമനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം സൂര്യൻ. ആദ്യകാല സാമൂഹ്യശാസ്ത്രജ്ഞർ സോഷ്യോളജിയെ മാതൃകയാക്കിയത് ഏത് ശാസ്ത്രമാണ്? സോഷ്യൽ ഫിസിക്സ്. ഏതാണ്? സോഷ്യൽ ഫിസിക്സ്. ഒരാളുടെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനമായി യുക്തിയെ ദൃഢമായി ആശ്രയിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ പഠിച്ച വാദങ്ങളല്ലേ യുക്തിവാദം. ഇന്ദ്രിയങ്ങളിലൂടെ മാത്രം അറിവ് നേടുന്ന പ്രക്രിയ അനുഭവവാദം അല്ലേ, നമ്മൾ പഠിച്ചാണ്. തത്വചിന്തയുടെ ജന്മസ്ഥലം ഗ്രീസ്. ഇതാണ് ഗ്രീസ്.
ഇനി പോസിറ്റീവ് ഫിലോസഫി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് അഗസ്റ്റേ കോംറ്റെ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ പ്രാഥമിക കാരണങ്ങൾ എന്താണ്? അവിടുത്തെ രാജാവിൻ്റെ എന്താണ് അതിനെതിരെയാണ് ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. എന്താണ്? സാമ്പത്തിക പ്രതിസന്ധിയും നിരുത്തരവാദപരമായ ഭരണവും. നവോത്ഥാനം എന്ന സങ്കല്പത്തിൻ്റെ പദോൽപ്പത്തിയുടെ അർത്ഥമാണ്. അതായത് നവോത്ഥാനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ്? പുനർജന്മം എന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. 3 പാർട്ടിലായിട്ടാണ് ഞാൻ